എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വൺ പീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള അനിമയാണ് വൺ പീസ്. 1999 കാലഘട്ടത്തിൽ തുടങ്ങിയ അനിമേഷനാണ്. ഇത്രയും വർഷങ്ങളോളം കഥ കണ്ടിന്യൂട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ വൺ പീസിൻ്റെ മാങ്കയെ കുറിച്ച് പറയാം. മാങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അമർ ചിത്രകഥകളില്ലേ, അതായത് നമ്മളിവിടെ എന്താണ് അമർ ചിത്ര ബാലരമ, കളിക്കൊടുക്ക അതുപോലുള്ള ചിത്രകഥകളൊക്കെയാണ് നമ്മളിവിടെ കുട്ടികൾ വായിച്ചിട്ടുള്ളത്. അവിടെ ജപ്പാനിലെ പ്രൊഡക്ഷനിലുള്ള കഥകളെ പറയുന്ന പേരാണ് മാങ്കാസ് എന്ന് പറയുന്നത്. അത് ആഴ്ചയിൽ ഇറങ്ങും, അല്ലെങ്കിൽ മാസത്തിൽ ഇറങ്ങുന്നൊരു വീക്കെൻഡിൽ ഇറങ്ങുന്ന, അല്ലെങ്കിൽ മന്ത്ലി ഇറങ്ങുന്ന ഒരു ഷോൺ ജംപ് എന്നൊക്കെ പറയും. അങ്ങനെ ഇറങ്ങുന്ന ഒരു ഇതിനെയാണ് മാങ്ക എന്ന് പറയുന്നത്. അതൊരു ചിത്രകഥയാണ്. അത് ചിത്രരൂപത്തിലായിരിക്കും അതിങ്ങനെ വരച്ച് ഉണ്ടാകുമ്പോൾ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന് പിന്നെ കളർ കൊടുത്ത് നമ്മൾ വായിക്കുന്ന രീതിയിലൊക്കെ ആക്കുന്നതിന് കുറേ ആളുകൾ അതിൻ്റെ പുറകിലുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇച്ചിരിയോ ഓട എന്ന് പറഞ്ഞ നമ്മളുടെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാങ്കകളെ എഴുതുന്ന ആളുകളെ മാങ്കക്ക എന്ന് പറയാം. ജപ്പാനിൽ അങ്ങനെയാണ് അവരെ പൊതുവെ പറയുന്നത്. നമ്മളത് കൂടുതലായിട്ട് വായിക്കാൻ നമുക്ക് ചാൻസ് കിട്ടാറില്ല. ജാപ്പനീസിലുള്ളത് തർജ്ജമ ചെയ്തതാണ്, ഇംഗ്ലീഷിലാക്കിയിട്ടുള്ളതാണ് നമുക്ക് പലപ്പോഴും മിനിറ്റിൽ കിട്ടുന്നത്. ഞാനും അതുപോലത്തെ ഉള്ളതാണ് വായിക്കുന്നത്. എനിക്ക് ജാപ്പനീസ് അറിയാത്ത കൊണ്ട് അത് തന്നെയാണ് ഞാനും ഇംഗ്ലീഷിലുള്ളതാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് ജാപ്പനീസ് പഠിച്ച് അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മാങ്ങിയ കാര്യങ്ങളൊക്കെ വായിക്കണമെങ്കിൽ ജാപ്പനീസ് പഠിക്കുന്ന കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ വൺ പീസ് എന്ന് പറഞ്ഞൊരു ഞാനൊരു കഥയായിട്ട് പറയുകയാണെങ്കിൽ, മലയാളത്തിലേക്കൊരു കഥയായിട്ട് പറയുകയാണെങ്കിൽ, ഈ സ്വപ്നങ്ങളും എല്ലാവർക്കും സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വൺ പീസിന്റെ ലോകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വപ്നങ്ങളുള്ളവർക്ക് അവർക്കൊരു വിൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സ്വപ്നം സാഫല്യീകരിക്കുകയും അവർക്ക് ശക്തിയും കാര്യങ്ങളൊക്കെ വേണം. അതിനവിടെ ഡെവിൾ ഫ്രൂട്ട് ഉണ്ട്, ഹാക്കി എന്ന് പറഞ്ഞ ഇതുണ്ട്. ഹാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓറ, ഈ പ്രാണി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവരും യോഗ ചെയ്യുന്നവരും ഒക്കെ ഒരു പ്രത്യേക പവർ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടൊക്കെ പറയുന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു പ്രത്യേകതരം എനർജിയാണ് വൺ പീസ് വേൾഡിലുള്ള ഒരു പ്രത്യേകതരം എനർജീനെ പറയുന്ന പേരാണ് ഹാക്കി എന്ന് പറയുന്നത്. ഹാക്കി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ട്രെയിൻ ചെയ്താൽ മാത്രമേ അവിടെ ഹാക്കി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വൺ പീസിലെ ഹാക്കി കാണിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ കറുത്ത കൈയൊക്കെ വരും, അനിമേഷനിൽ വരുമ്പോൾ കറുത്ത കൈയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് തുമ്പും ഇടിയൊക്കെ കാണിച്ചിട്ടുള്ള ഇതൊക്കെയാണ് കാണിച്ചത്. പക്ഷെ ശരിക്കും വൺ പീസിലെ ഹാക്കി നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇതാണ് നമ്മളുടെ ഓറ. നമ്മളുടെ പ്രാണി ഹീലിംഗ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രാണി ഹീലിംഗ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ശക്തി വിടുന്ന പോലെ ഇങ്ങനെ ഓറ നമ്മളുടെ ശരീരത്തിൽ വേറെ ആളെ പോയി ഹീൽ ചെയ്യുന്നതും അതൊക്കെയാണ് പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത്. അതുപോലത്തെ നമ്മളുടെ ശരീരത്തിലുള്ള ഓറയെ മനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിൽ കോട്ട് ചെയ്യുക, ആർമമെന്റ് കോട്ടിംഗ് എന്ന് പറയും. പിന്നെ അത് വെച്ച് പഞ്ച് ചെയ്ത്, പിന്നെ എമിഷൻ പഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റൊരാളെ ഇങ്ങനെ തൊടാതെ തന്നെ നമ്മളിങ്ങനെ ഇടിക്കാനുള്ള ശക്തി, പിന്നെ കണ്ണിൽ നിന്ന് വിടുന്നത് അത് കോൺഗ്രസ് ആക്കി ഇങ്ങനെ കാണിച്ചിട്ടുള്ള അതൊക്കെ അനിമേഷനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൺ പീസിന്റെ അനിമേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എപ്പിസോഡ് 1 തൊട്ട് കാണാൻ നോക്കുക, അല്ലെങ്കിൽ മാങ്ക കിട്ടും, വൺ പീസ് മാങ്ക, അത് വായിച്ചു നോക്കുക. ഇപ്പോ 1100 കഴിഞ്ഞു എപ്പിസോഡുകൾ, ചാപ്റ്റേഴ്സും അതിനും 1100ഓളം ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് സിനിമകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വൺ പീസിന്റെ കഥയിലേക്ക് വരാം. വൺ പീസിന്റെ കഥ തുടങ്ങുന്നത് ഗോൾഡ് റോജർ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അയാള് ഒരു പൈററ്റ് ആയിരുന്നു. പൈററ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാക്ക് സ്പാരോവിനൊക്കെ പോലെയുള്ള പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കണം. നല്ലൊരു സിനിമയാണ്. ഡിസ്നി ഇറക്കിയിട്ടുള്ള പ്രൊഡക്ഷനിലുള്ള സീരീസിലുള്ള നല്ലൊരു സിനിമയാണ് ജാക്ക് സ്പാരോവിന്റെ പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ. പൈററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ
പൈസ മോഷ്ടിക്കുക, ആളുകൾക്ക് തലവേദന ഉണ്ടാക്കുന്ന പലതരം പ്രവർത്തികൾ ചെയ്യുക, മോഷണം നടത്തുക, അതെല്ലാം ചെയ്യുന്ന ആളുകളെ പൊതുവെ പൈരറ്റുകൾ എന്നാണ് പറയുന്നത്. കപ്പലുകളിൽ നിന്ന് അതായത് ജെന്യുവനായിട്ട് ബിസിനസ് മർച്ചന്റ് നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ച് പൈസ തട്ടിക്കുക, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ കപ്പലിൽ ആയുധങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ പവർ കാണിച്ച് ഇങ്ങനെ മോഷ്ടിക്കുന്ന ആളുകളെയാണ് പൈരറ്റുകൾ എന്ന് പറയുന്നത്. പൈരറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതാണ് അങ്ങനെയാണ്. അങ്ങനെയുള്ള ക്രിമിനലായിട്ടാണ് പൈരറ്റുകളെ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഈ വൺ പീസ് വേൾഡിലെ ഏറ്റവും കൂടുതൽ ബൗണ്ടി ഉള്ള ഒരു പൈരറ്റായിരുന്നു ഗോൾഡ് ഡി റോജർ എന്ന് പറഞ്ഞ ആള്. അയാള് വൺ പീസ് എന്ന് പറഞ്ഞ ട്രഷർ കണ്ടുപിടിച്ചു. ട്രഷർ എന്ന് പറഞ്ഞ ഒരു നിധി. ആ നിധി എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടൊരു പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു വലിയൊരു നിധിയാണത് വൺ പീസ് ട്രഷർ. അതെന്താണെന്ന് ആർക്കും ഇതുവരെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഗോൾഡ് റോജർ ഇങ്ങനെ അയാൾ കീഴടങ്ങി. നേവി മറൈൻസിന്റെ അടുത്ത് ചെന്നിട്ട് കീഴടങ്ങി. എനിക്ക് ഇനി നിങ്ങളുടെ ഇന്ന് ഓടാനും താല്പര്യമൊന്നുമില്ല, അപ്പൊ ഞാൻ ഇവിടെ കീഴടങ്ങിയാണെന്ന് പറഞ്ഞ അയാള് കീഴടങ്ങി. അപ്പോൾ അയാളുടെ എക്സിക്യൂഷൻ സമയത്ത് അവിടെ നിന്നിരുന്ന ഒരാള് എവിടെയാണ് നിങ്ങളുടെ ട്രഷർ, വൺ പീസ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയും, ഞാൻ എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കപ്പല് നിങ്ങളുടേതായിട്ടുള്ള ക്രൂ ഉണ്ടാക്കി പോകുന്ന തരത്തിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് അവിടെ. ഞാനത് കഥയൊന്നും പറയുന്നില്ല. അപ്പൊ അവിടെ നിങ്ങൾ കടലിൽ പോയി നിങ്ങൾ തന്നെ ഏത് ഐലൻഡിലാണെന്നുള്ളത് കണ്ടുപിടിച്ച് നിങ്ങൾ ആ ട്രഷറെ നിങ്ങളുടെ സ്വന്തമാക്കാൻ പറയും. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ മോട്ടിവേറ്റ് ആയിട്ട് ഗ്രേറ്റ് പൈരറ്റ് ഇറ എന്ന് പറഞ്ഞൊരു ഇറ തുടങ്ങിയാണ്. ഈ മുമ്പെങ്ങും ഇല്ലാത്ത അത്ര പൈരറ്റുമാര് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കൊണ്ട് നേവിക്ക് കൊടുക്കുന്ന തലവേദന. നേവി എന്ന് പറഞ്ഞാൽ മറൈൻസ് ആണ് ഈ കടലിലുള്ള ആളുകളെ, കുറ്റവാളികളെയും സാധാരണക്കാരെ ഈ കുറ്റം ചെയ്യുന്നവരിൽ നിന്ന് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരുമായിട്ടുള്ള ആളുകളെയാണ് മറൈൻസ് എന്ന് പറയുന്നത്. പൈരറ്റ്സിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളാണ് മറൈൻസ് വർക്ക് ചെയ്യുന്നത് വേൾഡ് ഗവൺമെന്റിന്റെ കീഴിലാണ്. അതിന്റെ ഒരു സ്ഥാപനമാണ് മറൈൻസ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ അഡ്മിറൽസ് ഉണ്ട്. അഡ്മിറൽസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ഗവൺമെന്റിന്റെ ലാപ്ടോപ്സ് എന്ന് പറയാം. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന ആളുകളെയാണ് അഡ്മിറൽസ് എന്ന് പറഞ്ഞാൽ. അവർ ചിലപ്പോൾ തെറ്റുകൾ ചെയ്താലും വേൾഡ് ഗവൺമെന്റ് തെറ്റുകൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മറച്ചു വെക്കാൻ, കുറ്റങ്ങളെ ലോകത്തിന് മുന്നിൽ പുറത്തേക്ക് വരാതിരിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ആളുകളാണ് ഈ അഡ്മിറൽസ്. ഇപ്പോ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ന് പറഞ്ഞൊരു വേൾഡ് ഗവൺമെന്റിലെ ഒരു മേലിലുള്ള ഒരു ആളാണ് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ന് പറഞ്ഞാൽ. കുറച്ചധികം സെലസ്റ്റിയൽ നോബിൾസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പ്രമാണികൾ എന്നൊക്കെ പറയാം. വേൾഡ് ഗവൺമെന്റിലെ പ്രമാണികളെയാണ് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ന് പറയാം. അതിന്റെ മുകളിൽ 5 എൽഡേഴ്സ് എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. അതിന്റെ മുകളിൽ വേറെ ആളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇത് മൊത്തം അനിമേഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഇത്ര അധികം ആളുകളും കാര്യങ്ങളൊക്കെ സിസ്റ്റങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. അതില് ഗോൾഡ് റോജറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഇവർ തീരുമാനിക്കുകയാണ്. ഇത്രയും സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ പവറൊക്കെ വെച്ചിട്ട് ഇവര് ഗോൾഡ് റോജറിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരാള് ചോദിക്കുന്നു അതിനായിട്ടുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ പല ആളുകൾ ആ ട്രഷറെ അന്വേഷിച്ച് പോകുന്നു. അതിനടുത്തുള്ള മറൈൻസുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ വൺ പീസ് വേൾഡിൽ മൊത്തത്തില് ഒരു കയോട്ടിക് അതിനൊരു മലയാളം വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് ആ ലോകത്തിന്റെ താളങ്ങൾ മൊത്തം തെറ്റിച്ച ഒരു സംഭവമാണ് ഈ ഗോൾഡ് റോജറിന്റെ എക്സിക്യൂഷൻ. ആ സംഭവത്തിന് ശേഷം നമ്മളൊരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് ദി പൈററ്റ്സ് ആവണമെന്ന് പറയുന്നത്. അതായത് ഈ വൺ പീസിന്റെ ട്രഷറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൈററ്റ് ആയിട്ട് മാറും. ഈ പഴയ ഗോൾഡ് റോജറിനെ കിങ് ഓഫ് ദി പൈററ്റ്സ് എന്നാണ് വിളിച്ചത്. അയാള് ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള പൈററ്റ്സിനെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് ഈ ട്രഷറെ കണ്ടുപിടിച്ച് അയാളുടേതായ ട്രഷറാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന യങ് ജനറേഷനും ആ സമയത്തുള്ള ആളുകളുമൊക്കെ ഈ കിങ് ഓഫ് ദി പൈററ്റ് എന്ന് പറഞ്ഞ ടൈറ്റിലിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരു
സാധാരണക്കാരന്റെ മകനെന്ന് വിചാരിച്ചിരുന്ന ഒരാള് ഒന്നുമല്ലാതിരുന്ന് ആളുകളുടെ ഇടിയും ചവിട്ടും പട്ടിണി കിടന്നും പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിച്ചിരുന്നൊരു കുട്ടിയാണ് മങ്കി ഡി ലൂഫി. ഈ മങ്കി ഡി ലൂഫിയുടെ ഏറ്റവും വലിയ ഡ്രീമാണ് കിങ് ഓഫ് ദി പൈററ്റ് ആവണമെന്ന്. അങ്ങനെ ആ മങ്കി ലൂഫി കിങ് ഓഫ് ദി പൈററ്റ്സ് ആവാൻ വേണ്ടി ക്രൂവിനെ കണ്ടെത്തുന്നതും ആ ക്രൂവിന്റെ ആദ്യത്തെ ഫസ്റ്റ് മേറ്റ് എന്ന് പറഞ്ഞാൽ റോറോനോവ സ്റ്റോറോ, നാമി, വിൻസ്മോക്ക് സാഞ്ചി, ഉസോപ്പ്, ടോണി ചോപ്പർ, റോബിൻ, സൈബോക്ക് ഫ്രാങ്കി, ബ്രുക്ക്, ചിംബെ. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു ആളും കൂടി വന്ന് ചേരുമെന്ന് പറയാനുണ്ട് മാങ്ക വായിച്ചപ്പോ. അങ്ങനെ പലതരം ആളുകൾ ഇവരുമായിട്ട് അസോസിയേഷനും അവരുടെ ഈ വേൾഡിലെ പല ഐലൻഡുകളിലെ ഈ വൺ പീസ് കണ്ടെത്താനുള്ള ക്ലൂവിന് വേണ്ടി അവർ യാത്ര ചെയ്യുന്നതും ഒക്കെയാണ് ഈ വൺ പീസിന്റെ കഥ. അതിനിടയ്ക്ക് ഓരോ യുദ്ധങ്ങളും മറൈൻസുമായിട്ട് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ മങ്കി ഡി ലൂഫിയുടെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളും ഈ ക്രൂവിന്റെ അകത്ത് തന്നെയുള്ള ക്രൂവായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ 9 പേര് മങ്കി ഡി ലൂഫി അല്ലാണ്ട് പറഞ്ഞ് 9 പേർക്കുള്ള അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അവരുടെ പ്രശ്നങ്ങളും ഈ ക്രൂവിന്റെ ഓരോ പ്രശ്നങ്ങളും ഒക്കെ മങ്കി ഡി ലൂഫി മാറ്റുന്നതും അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുന്നതും ഒക്കെ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ കഥയാണ് ഈ വൺ പീസിലുള്ളത്. അതിനിടയ്ക്ക് പലതരം കഥാപാത്രങ്ങളും വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഈ മാങ്ക അല്ലെങ്കിൽ വൺ പീസ് അനിമയെ കാണാൻ നോക്കുക. ആദ്യം തൊട്ട് കണ്ടു വായിച്ച് നോക്കുക, അല്ലെങ്കിൽ അനിമേഷൻ കാണുക. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഞാനതിൻ്റെ ഇടയ്ക്കുള്ള കഥകളും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. കഥകളും കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല അനിമേഷൻ.